Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ എന്താ? കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ലെറ്റ് യു ക്യാപ്ചർ ദി ഔട്ട്പുട്ട് ഓഫ് എ കമാൻഡ്, ഒരു കമാൻഡിന്റെ ഔട്ട്പുട്ട്, ആൻഡ് സ്റ്റോർ ഇൻ ടു എ വേരിയബിൾ ഓർ യൂസ് ഇറ്റ് ഇൻസൈഡ് അനദർ കമാൻഡ്. അതായത് കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് നമുക്കൊരു ഷെൽ ടെർമിനലിലെ ഒരു കമാൻഡിന്റെ ഔട്ട്പുട്ട് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് യു റൺ എ കമാൻഡ് ആൻഡ് സ്റ്റോർ ഇറ്റ്സ് ഔട്ട്പുട്ട് ഇൻ എ വേരിയബിൾ. അതിന് രണ്ട് മെത്തേഡ് ഉണ്ട്. വി റൈറ്റ് ഡോളർ, അതിനുശേഷം സിംഗിൾ ബ്രാക്കറ്റ്, അതിന്റെ അകത്ത് നമ്മൾ ഏത് കമാൻഡിന്റെ ഔട്ട്പുട്ട് ആണോ കിട്ടേണ്ടത് അത് ടൈപ്പ് ചെയ്യും. അതിനുശേഷം ഡോളർ, ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. അല്ലെങ്കിൽ ഓർ യൂസ് ബാക്ക് ടിക്സ് പറഞ്ഞാൽ ജസ്റ്റ് ബാക്ക് ടിക്കിന്റെ അകത്ത് നമ്മൾ കമാൻഡ് ടൈപ്പ് ചെയ്യും. അതിന് ശേഷം ബാക്ക് ടിക്ക് കൊടുക്കും. ഈ മോഡേൺ സ്റ്റൈലാണ് കുറച്ചുകൂടി ക്ലിയറും വർക്ക് ബെറ്റർ ഫോർ നെസ്റ്റഡ് കമന്റ്സ്. അതായത് ഒന്നിൽ കൂടുതൽ കമന്റ്സ് ടൈപ്പ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് നമുക്ക് EXPR കമന്റിന്റെ ജസ്റ്റ് നോക്കി നോക്കാം. ജസ്റ്റ് EXPR എങ്ങനെ യൂസ് ചെയ്യുക? EXPR ടൈപ്പ് ചെയ്യുക. EXPR സ്പേസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 5 പിന്നെ ഓപ്പറേറ്റർ 5+8 ജസ്റ്റ് ടൈപ്പ് ചെയ്ത 5+8 13. EXPR കമാൻഡിന്റെ ഔട്ട്പുട്ട് എത്രയാണ്? ഈ 5ഉം 8ഉം ആഡ് ചെയ്തിട്ട് 13 ആണ് ഈ ഔട്ട്പുട്ട്. അപ്പൊ ഈ 13 എന്ന വാല്യൂ നമുക്ക് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അവിടെയാണ് നമ്മൾ കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആ ഒരു മെത്തേഡിന്റെ വാല്യൂ. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. റിസൾട്ട് എന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തൊട്ട് അപ്പുറത്ത് തന്നെ ഈക്വൽ ടു കൊടുക്കണം, അല്ലെങ്കിൽ എറർ കിട്ടും. അതായത് ഇങ്ങനെ ഞാൻ കൊടുക്കാതിരിക്കുക, ഡോളർ, അതിനുശേഷം EXPR 5+8 ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം എന്റർ കൊടുത്താൽ എറർ കിട്ടും. കാരണം റിസൾട്ടിന് ശേഷം സ്പേസ് കൊടുക്കാൻ പാടില്ല. ഈ ഒരു സ്പേസ് കൊടുത്തോണ്ടാണ് ഈ ഒരു എറർ കിട്ടിയത്. അതിന് പകരം സ്പേസ് കൊടുക്കരുത്. ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്പേസ് കൊടുക്കാണ്ട് വേണം ഈക്വൽ ടു കൊടുക്കാൻ. ജസ്റ്റ് എന്റർ അടിച്ചു, ഇപ്പൊ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ റിസൾട്ട് എന്ന വേരിയബിളിൽ 5ഉം 8ഉം ആഡ് ചെയ്തിട്ടുള്ള 13, അതായത് ഈ ഒരു 5ഉം 8ഉം കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള 13 എന്ന വാല്യൂ ഈ ഒരു റിസൾട്ട് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡോളർ സിംഗിൾ ബ്രാക്കറ്റ് യൂസ് ചെയ്തത്. അതായത് ഡോളർ സിംഗിൾ ബ്രാക്കറ്റ്. ഇവിടെ കമാൻഡിന്റെ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? കമാൻഡിന്റെ അവിടെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് EXPR. കമാൻഡ് പറഞ്ഞാൽ ആ എക്സ്പ്രഷൻ മൊത്തം വേണം. EXPR പിന്നെ 5+8 അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള 13 എന്ന വാല്യൂ ഇപ്പൊ റിസൾട്ട് എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് എക്കോ റിസൾട്ട് സീക്വൽ ടു, ഇനി നമുക്ക് റിസൾട്ട് എന്ന വേരിയബിളിൽ എന്താ ഉള്ളത് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഡോളർ വേരിയബിൾ യൂസ് ചെയ്യുക. റിസൾട്ട് ജസ്റ്റ് എൻ്റർ ചെയ്യുക. അപ്പൊ റിസൾട്ട് 13 പ്രിന്റ് ചെയ്തു. ഇനി ജസ്റ്റ് PWD ജസ്റ്റ് കമാൻഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എന്താ അതിന്റെ ഔട്ട്പുട്ട്? ഹോം വിനായക് PG. അപ്പൊ PWD എന്ന കമാൻഡിന്റെ ഔട്ട്പുട്ട് എനിക്ക് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ പാത്ത് എന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിച്ചു. ഈ ബാക്ക് ടിക്ക് വെച്ചിട്ടുള്ള മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് രണ്ട് ബാക്ക് ടിക്കിന്റെ അകത്ത് കമന്റ് കൊടുക്കുക. അപ്പൊ PWD കമന്റിന്റെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. PWD കമന്റിന് ഓപ്ഷനോ ഒന്നുമില്ല, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ പാത്ത് എന്ന വേരിയബിളിൽ ഈ PWD കമന്റിന്റെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടാവും. ജസ്റ്റ് എൻ്റർ അടിക്കുക. പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ എക്കോ പാത്ത് സീക്വൽ ടു, ഇനി ഈ ഒരു പാത്തിന് ഞാൻ ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ പാത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള വേരിയബിളത്തെ പാത്തിത്തെ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ ഈ പാത്തിന്റെ തൊട്ട് മുന്നിൽ ഡോളർ എന്ന വേരിയബിൾ യൂസ് ചെയ്യണം. ഡോളർ പാത്ത് ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്താൽ ഈ പാത്ത് നമ്മൾ ഇതുവരെ ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്യും. പാത്ത് സീക്വൽ ടു, അതിനുശേഷം പാത്ത് എന്ന വേരിയബിളിൽ PWD കമന്റിന്റെ ഔട്ട്പുട്ട്, അതാണ് ഹോം വിനായക് PG, അതും കൂടി പ്രിന്റ് ചെയ്യും. ഇത് ഇപ്പൊ ചെയ്താൽ തന്നെ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും. അതായത് പാത്ത് എന്ന് പറയുന്നതിന് പകരം P എന്ന വേരിയബിൾ ആയിരിക്കുക. ഇപ്പൊ നമ്മള് ഈ ഒരു മെത്തേഡാണ് ചെയ്തിട്ടുള്ളത്, എന്താ ബാക്ക് ടിക്ക്. അതിന് വരെ നമുക്ക് ഡോളർ സിംഗിൾ ബ്രാക്കറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഡോളർ സിംഗിൾ ബ്രാക്കറ്റിൽ PWD ക്ലോസ് ചെയ്തു. അതായത് ഇവിടെ PWD എന്ന കമന്റിന്റെ ഔട്ട്പുട്ട് ആണ് P എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തത്. ഞാൻ ജസ്റ്റ് പ്രിന്റ് ചെയ്യണമെങ്കിൽ പാത്ത് ഈക്വൽ ടു ഡോളർ P എന്ന വേരിയബിളിലെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതായത് എന്തുകൊണ്ട് P എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ P എന്ന വേരിയബിളത്തെ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഡോളർ P എന്ന് അവിടെ ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ എന്താ പാത്ത് ഹോം വിനായക് PG നോക്കി. എനിക്ക് ഒരു BC കമാൻഡ് ഇതേപോലെ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ BC കമാൻഡിന്റെ റിസൾട്ട് എനിക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ റിസൾട്ട് എന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഡോളർ സിംഗിൾ ബ്രാക്കറ്റ് ഈ കമാൻഡ്സ് ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഉള്ളിലാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ എക്കോ എന്ന കമന്റ് ആണ് യൂസ് ചെയ്യുന്നത്. എക്കോ കമന്റ് യൂസ് ചെയ്തു. അതിനുശേഷം എനിക്കിപ്പോ 8 9 മൾട്ടിപ്ലൈ ചെയ്യണം. 8 9 into 9. അതിനുശേഷം BC കമന്റ് എന്താ പൈപ്പിംഗ് കൊടുക്കുക. BC കമന്റ് യൂസ് ചെയ്യുക. അതിനുശേഷം
ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇപ്പൊ റിസൾട്ട് എന്ന വേരിയബിൾ 8 9 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 72, അതായത് ഇത്രയും പോർഷൻ ഇതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും ഈ റിസൾട്ട് എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിനാണ് നമ്മൾ കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തിട്ടുള്ളത്, ഈ ഡോളർ സിംഗിൾ ബ്രാക്കറ്റ് മെത്തേഡ്. അതിന് എനിക്ക് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ ജസ്റ്റ് എക്കോ കൊടുക്കുക. അതിനുശേഷം റിസൾട്ട് ഈസ് ഡോളർ RES. ഡോളർ കൊടുക്കാനുള്ളത് കാരണം റിസൾട്ട് എന്ന വേരിയബിളിന്റെ അകത്തുള്ള വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഡോളർ കൊടുക്കണം. ഒരു വേരിയബിളിന്റെ അകത്തുള്ള വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഡോളർ കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്താൽ റിസൾട്ട് ഈസ് 72 എന്ന് കിട്ടി. ഞാൻ ജസ്റ്റ് LS കമാൻഡ് ടൈപ്പ് ചെയ്യാണ്. LS കമാൻഡ് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഇവിടെ എല്ലാ കംപ്ലീറ്റ് ഫയൽസും ഡയറക്ടറിയും ലിസ്റ്റ് ചെയ്യും. ഈ LS എന്ന കമാൻഡിന്റെ ഔട്ട്പുട്ട് നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ലിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ അകത്ത് വീണ്ടും ഡോളർ സിംഗിൾ ബ്രാക്കറ്റ്, അതിനകത്ത് നമുക്ക് എന്താ ടൈപ്പ് ചെയ്യുന്നുണ്ട്, LS വേണം ടൈപ്പ് ചെയ്യാം. കണ്ടോ, ലിസ്റ്റ് എന്ന വേരിയബിളായി സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. എനിക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്, എക്കോ കമാൻഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ലിസ്റ്റ് ഒരു ആരോ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലിസ്റ്റ് എന്ന വേരിയബിളാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഡോളർ ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അവസാനിപ്പിക്കുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ കണ്ട ലിസ്റ്റ് ആദ്യക്ക് ടൈപ്പ് ചെയ്ത ലിസ്റ്റ്, അതാണ് ആദ്യക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ ഫയലിലുള്ള ഫോൾഡേഴ്സ് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് കിട്ടി. അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് എക്കോ LS അടിച്ചു കൊടുത്ത് എന്താ കിട്ടുക, എക്കോ. അതിനുശേഷം വെറുതെ ഡോളർ ലിസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ പ്രത്യേകിച്ച് ടൈപ്പ് ചെയ്യാണ്ട് കണ്ട, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇപ്പൊ എന്താ കിട്ടി, ജസ്റ്റ് ഔട്ട്പുട്ട് ഒരു സിംഗിൾ ലൈനായിട്ട് കിട്ടി. അപ്പൊ നമുക്ക് LS എന്ന കമന്റ് വെച്ചിട്ട് ചെയ്തതാണ് ഇങ്ങനെ കിട്ടിയത്. ഇനി നമുക്ക് ലിസ്റ്റ് എന്ന വേരിയബിൾ തന്നെ നമുക്ക് LS -L ആ സബ് ഓപ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ലിസ്റ്റ് എന്ന വേരിയബിളിൽ ഞാൻ ഇപ്രാവശ്യം ബാക്ടിക് ആണ് കൊടുക്കുന്നത്. അതായത് ബാക്ടിക് കൊടുത്തു. ഇതിന്റെ അകത്താണ് എനിക്ക് ലിസ്റ്റ് LS കമാൻഡിന്റെ ഔട്ട്പുട്ട് ലിസ്റ്റ് എന്ന വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ LS കമാൻഡ് -L, അതായത് -L ഈ ഒരു കമാൻഡാണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടിയിരിക്കുക. അപ്പോൾ ഇതിൽ ലിസ്റ്റ് എന്ന കമാൻഡിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് LS -L ആ കമാൻഡിന്റെ ഔട്ട്പുട്ട് ലിസ്റ്റ് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ബാക്ടിക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്റ്റോർ ആയി. എനിക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്താ യൂസ് ചെയ്യുക, എക്കോ ലിസ്റ്റ് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കൊടുത്താൽ ഈ LS -L ഔട്ട്പുട്ട് നമ്മൾ പ്രിന്റ് ചെയ്തു. കണ്ട, എക്കോ -ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് പ്രിന്റ് ചെയ്തു. ഇങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഡേറ്റ് കൊണ്ടുള്ള ഒരു കമാൻഡ് ഉണ്ട്. ഡേറ്റ് കൊണ്ടുള്ള കമാൻഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് അതിന്റെ ഔട്ട്പുട്ട് കിട്ടുക. അതെനിക്ക് ഒരു വാല്യൂലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ ഞാൻ ടുഡേ പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഡോളർ സിംഗിൾ ബ്രാക്കറ്റ് ആ മെത്തേഡാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാക്ടിക്കും യൂസ് ചെയ്യാം. ഞാൻ അതിലേക്ക് ഡേറ്റ് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്തു. എനിക്കത് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക, പ്രിന്റ് ചെയ്യണമെങ്കിൽ എക്കോ, അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, എക്കോ ടുഡേ. ടുഡേ അല്ല, ടുഡേ വേരിയബിൾ ആണ്. അപ്പൊ വേരിയബിളിന്റെ അകത്തുള്ള പ്രിന്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ ടുഡേ ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഡോളർ ടുഡേ ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്താൽ ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്ത ടുഡേ ഈ ഒരു സ്പേസും കൂടി വന്നു. പിന്നെ ഈ ടുഡേ എന്ന വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടാ, ഡേറ്റ് എന്ന കമാൻഡിന്റെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡോളർ സിംഗിൾ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ടുഡേ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ആ വേരിയബിളത്തെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്കോ കമാൻഡ് യൂസ് ചെയ്തിട്ട് ടുഡേ, ഇവിടെ നമ്മൾ ഡോളർ കൊടുക്കാൻ കാരണം ഈ ടുഡേ എന്നുള്ളത് വേരിയബിൾ ആണ്. ആ വേരിയബിളിന്റെ അകത്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോളർ സൈൻ യൂസ് ചെയ്യുക. സ്റ്റോർ ചെയ്യണമെങ്കിൽ റിസൾട്ട് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ റിസൾട്ട് ഈസ് ഈക്വൽ ടു സ്റ്റോർ ചെയ്തു. അതിനുശേഷം സ്റ്റോർ ചെയ്തിട്ടില്ല, നമ്മള് ഡോളർ സിംഗിൾ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടില്ല. ഡോളർ സിംഗിൾ ബ്രാക്കറ്റ് ഇപ്പൊ സ്റ്റോർ ആയിട്ടുണ്ടായിരിക്കും. ഡോളർ സിംഗിൾ ബ്രാക്കറ്റ് ജസ്റ്റ് എൻ്റർ അടിക്കുക. ഞാൻ പ്രിന്റ് ചെയ്യണമെങ്കിൽ എക്കോ നമ്മൾ ഏത് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, റിസൾട്ട് വേരിയബിൾ ആയതുകൊണ്ട് ഡോളർ സിമ്പിൾ യൂസ് ചെയ്യണം. ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇപ്പൊ എന്തായാലും ആൻസർ കിട്ടി, ടുഡേ ആൻസർ കിട്ടി. അതായത് ഡേറ്റ് പ്ലസ് പേഴ്സൻറ്റേജ്, ഇത് ഡേറ്റിന്റെ സബ് ഓപ്ഷൻസ് ആണ് നമ്മൾ മുന്നേ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ഔട്ട്പുട്ട് കിട്ടുക. ഇനി ഡേറ്റിൽ തന്നെ നമുക്ക് ഡേറ്റ് പ്ലസ് പെർസെന്റേജ് ഡി, പെർസെന്റേജ് എം, പെർസെന്റേജ് വൈ, ഇതിന്റെ ഓപ്ഷൻസ് എന്താ, അതായത് ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ അതിന്റെ ഔട്ട്പുട്ട് കിട്ടുക, ഒന്നാം ഡേറ്റ് 7th month 2025. അപ്പൊ ഇതെനിക്ക് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതും ഇതേപോലെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ റിസൾട്ട് കൊണ്ട് അതിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് സ്റ്റോർ ചെയ്യുക. അതിനുശേഷം നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ
ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ പറ്റും ആ വേരിയബിൾ വെച്ചിട്ട്. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് സിംഗിൾ ലൈൻ എനിക്ക് ചെയ്യാൻ പറ്റും. സിംഗിൾ ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഡോളർ ബ്രാക്കറ്റ് വെച്ചിട്ടുള്ള മെത്തേഡ്. അതെനിക്ക് ചെയ്യാനാണ് എക്കോ കൊടുക്കുക. എക്കോ കൊടുത്തതിനു ശേഷം ടുഡേ ഈസ്, അതിനുശേഷം ഡോളർ സിംഗിൾ ബ്രാക്കറ്റ് കൊടുക്കുക. അവിടെ എന്തുട്ടാ, അവിടെ നമ്മൾ ആദ്യക്ക് ഡേറ്റ് ഈ ഒരു കമന്റ് അതിന് പേസ്റ്റ് കോപ്പി ചെയ്യുക. അതിനുശേഷം Ctrl+Shift+V, അതിനുശേഷം കോമ കൊടുക്കുക. കോമ കൊടുത്തതിനു ശേഷം വീണ്ടും ഡോളർ സിംഗിൾ ബ്രാക്കറ്റ്, അതിന്റെ അകത്ത് എന്താ കൊടുക്കേണ്ടത്, ഈ ഒരു ഓപ്ഷൻ ഡേറ്റ് %d ഇത് കൊടുക്കുക. Ctrl+Shift+V, അതിനുശേഷം അതാണ്ട് ക്ലോസ് ചെയ്യുക. ഞാൻ ജസ്റ്റ് എൻ്റർ അടിക്കുന്നു. ജസ്റ്റ് എൻ്റർ അടിച്ചപ്പോൾ ടുഡേ ഈസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡോളർ ഈ ഒരു പെർസെന്റേജ് എന്താ കൊടുത്തുള്ളത്, അതിന്റെ ഔട്ട്പുട്ടാണ് കിട്ടിയത് Tuesday. പിന്നെ ഇവിടെ കൊടുത്തത് എന്തുട്ടാ, ഡേറ്റ് %d %y, അതിന്റെ ഔട്ട്പുട്ട് എത്ര 01/07/2025. അപ്പോൾ നെസ്റ്റഡ് കമാൻഡിന്റെ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോളർ മോഡേൺ സ്റ്റൈൽ ആണ് യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്.